അത്യുന്നതനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാത ചിന്തയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം കൽപ്പന കാക്കുന്ന കുടുംബങ്ങൾ ക്രിസ്തുവിനെ മഹത്വീകരിക്കുന്നു എന്ന വിഷയമാണ്. ആധാരവാക്യമായി എടുത്തിരിക്കുന്നത് സദൃശ്യവാക്യം 22 അധ്യായം 6 അതിപ്രകാരം പറയുന്നു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അതും വിട്ടുമാറുകയില്ല എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിലെ മിഷണറിമാരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അവർക്ക് സ്നേഹം നമ്മൾ കൊടുക്കുന്നു, അവരെ ലാളിക്കുന്നു, അവർക്ക് ആഹാരം കൊടുക്കുന്നു, അവർക്ക് പാർപ്പിടം കൊടുക്കുന്നു, അവർക്ക് സുരക്ഷിതത്വം നൽകുന്നു. എല്ലാം നൽകി നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷ്മതയോടെ വളരെ സന്തോഷത്തോടെ നമ്മൾ അവരെ വളർത്തുമ്പോൾ അവരെ നമ്മൾ പരിശീലിപ്പിക്കണം. മാതാപിതാക്കൾ ചെയ്യുന്ന എല്ലാ നന്മയ്ക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ നന്ദി കരയേറ്റുന്ന, നന്ദി പറയുന്ന, നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കണം. അതുമാത്രമല്ല, കുഞ്ഞുങ്ങളും മാതാപിതാക്കൾക്ക് സ്നേഹം കൊണ്ടുവരുന്ന സ്വഭാവമുള്ള മക്കളായി വളരേണ്ടതിന് അവരെ നമ്മൾ പരിശീലിപ്പിക്കണം. അതിനുള്ള പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് അനുസരിക്കണം. നമ്മൾ കൊണ്ടുപോകുന്ന വഴിയിലൂടെ അവർ പോകണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് മാതാപിതാക്കളായ നമ്മൾക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മുഖാന്തരം സന്തോഷം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിലെ മിഷണറിമാരാണ്. ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം വിദ്യാഭ്യാസം കൊടുത്തവരെ വളർത്തണം. കാരണം എത്രത്തോളം വിദ്യാഭ്യാസം നമ്മൾ നൽകുന്നുവോ അത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രൂപാന്തരം, സ്വഭാവത്തിന് മാറ്റമുണ്ടായി നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി അവർ വളർന്നു വരുവാൻ ഇടയായിത്തീരുന്നു. ചില കുഞ്ഞുങ്ങൾ തന്നിഷ്ടക്കാരാണ്. ഒരിക്കലും തന്നിഷ്ടത്തിന് തോന്നുന്ന വഴിയിൽ കുഞ്ഞുങ്ങളെ അഴിച്ചുവിട്ട് വളർത്തുവാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ഭാവം, അപ്പനും അമ്മയും ഞാൻ പറയുന്നത് കേട്ട് എന്നെ അനുസരിച്ചോളും, ഞാൻ എന്ത് കാണിച്ചാലും എനിക്ക് വേണ്ടി അവർ കാത്തിരിക്കും, എന്റെ ഇഷ്ടങ്ങളൊക്കെ അവർ സാധിച്ചു തരും, ഒരു കുഴപ്പവും ഇല്ല എന്ന രീതിയിൽ ഈ കുഞ്ഞുങ്ങൾ സ്റ്റബേൺ ക്യാരക്ടറുള്ള കുഞ്ഞുങ്ങളെ വളരാൻ തുടങ്ങും. എന്നിട്ട് പലപ്പോഴും മാതാപിതാക്കൾ വിചാരിക്കും, എന്റെ കുഞ്ഞ് ചെറുതല്ലേ, അവൻ വലുതാകുമ്പോൾ എല്ലാം മാറ്റം സംഭവിച്ച് നല്ല കുഞ്ഞായി തീരും എന്ന് മാതാപിതാക്കൾ ചിന്തിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അത് അബദ്ധമാണ്. ഒരിക്കലും അങ്ങനെ കുഞ്ഞുങ്ങളെ അഴിച്ചുവിട്ട് അവരുടെ ഇഷ്ടത്തിന് വളർത്താൻ പാടില്ല. അങ്ങനെ വളർത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ അന്ത്യം വരെ ഒരു ദുഃഖ കാരണമായി തീരും. അവരുടെ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ കുഞ്ഞൊരു വിനയായി മാറും, സഭയ്ക്ക് ഒരു ദുഃഖമായി മാറും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച നേരായ വഴിയിൽ തന്നെ പ്രാർത്ഥനയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കണം. അടുത്തതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ കുടുംബം, ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ സ്വർഗീയ കുടുംബത്തിന്റെ ഒരു പ്രതിച്ഛായ ആയിരിക്കണമെന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എത്ര വലിയ സന്തോഷമാണ്! പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും ദൈവവും എല്ലാം കൂടെ ചേരുമ്പോൾ എത്ര വിലപ്പെട്ട സ്നേഹത്തിലാണ് അവിടെ പോകുന്നത്. അത് മാത്രമോ, മാലാഖമാരെല്ലാവരും സ്നേഹത്തിൽ കഴിയുന്ന അവിടെ സകല സ്വർഗീയ ജീവികളും വളരെ സന്തോഷത്തോടെ കഴിയുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബങ്ങളായി തീരണം ഈ ഭൂമിയിലെ കുടുംബങ്ങൾ എന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള കുടുംബത്തിൽ സമാധാനമുണ്ടാകും, കൃപയുണ്ടാകും, സ്നേഹമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കുടുംബം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവകൽപ്പന പ്രമാണിക്കുകയും ചെയ്യുന്നതിൽ വളരെ ഉറപ്പുള്ളവരാണ്. അവർ ആ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തവരാണ്. ഇങ്ങനെയുള്ള കുടുംബങ്ങളിലെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഏറ്റവും പ്രിയപ്പെട്ട കാണിക്കകളായി ഏറ്റെടുക്കുന്ന. പ്രിയപ്പെട്ടവരെ, അതിലപ്പുറമായി എന്ത് വേണം? ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും കുടുംബങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട് കൽപ്പന കാക്കുന്ന കുടുംബങ്ങളായി, ക്രിസ്തുവിനെ മഹത്വീകരിക്കുന്ന കുടുംബങ്ങളായി തീരുമ്പോൾ നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ട കാണിക്കയാണ്. ആ കാണിക്ക, ദൈവം സ്വീകരിക്കുന്ന കാണിക്കൊന്നും ഒരു ന്യൂനതയും ഉണ്ടായിരിക്കുന്നതല്ല. ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ക്രിസ്തുവിന് സമാനമായ സ്വഭാവമുള്ള കുടുംബങ്ങളായിരിക്കും.
ആ കുടുംബത്തിൽ മികച്ച അച്ചടക്കമുള്ള ക്രിസ്തീയ കുടുംബങ്ങളായിരിക്കും. ഈ കുടുംബങ്ങൾ മറ്റുള്ള കുടുംബങ്ങൾക്ക് ദൃഷ്ടാന്തമായി അവരെ സ്വാധീനിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഒന്നിനെ പറ്റി ഭാരപ്പെടണ്ട. അവർക്ക് പ്രതിഫലം നിശ്ചയം. സ്വർഗത്തിലെ ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ, കൽപ്പന കാക്കുന്ന കുടുംബങ്ങൾ, ക്രിസ്തുവിനെ മഹത്വീകരിക്കുന്ന കുടുംബങ്ങളായിരിക്കും. ഈ ഒരു വലിയ തീരുമാനം ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളും എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കാണിക്കയായി സമർപ്പിക്കുവാൻ നമുക്ക് സ്വർഗത്തിലെ ദൈവം കൃപ നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ട എല്ലാ മക്കൾക്കും ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ സ്വർഗീയ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. എന്റെ ദൈവമേ, ലോകം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദുഷ്ടന്റെ പരീക്ഷകൾ ധാരാളം നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ അടികൾ ജീവിക്കുമ്പോൾ, അടിങ്ങളും അടിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സ്വർഗത്തിലെ ദൈവത്തിനെ മഹത്വീകരിച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് കാണിക്കകളായി അർപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളായി തീരുവാൻ ദൈവം സഹായിക്കണം. ഇന്നടിയനെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ട മക്കളും അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം. ആർക്കും നിത്യജീവൻ നഷ്ടപ്പെടാതെ സ്വർഗീയ ഭവനത്തിൽ എത്തുവാൻ ദൈവം കൃപ നൽകണം. എന്റെ ദൈവം പ്രാർത്ഥന കേട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇന്ന് എല്ലാ പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.